എന്താ അറിയണ്ടേ? നീ എന്തിനാ എന്നെ വിളിച്ചേ? എന്തോ കാര്യം പറയാണ്ടെന്ന് പറഞ്ഞിട്ട്. ഞാൻ ഒരു വല്ലാത്ത സിറ്റുവേഷനിലാടാ. എന്തുവാടാ, പൈസയുടെ വല്ല പ്രശ്നമാണോ? അതൊന്നും അല്ലടാ. എടാ, കല്യാണം കഴിഞ്ഞ് ഹണിമൂൺ ആഘോഷിക്കേണ്ട ഈ സമയത്ത് എന്താ അറിയുന്നതിന്റെ പ്രശ്നം? നീ എന്തിനാ ഈ ടെൻഷൻ അടിക്കുന്നേ? എടാ, കല്യാണം കഴിഞ്ഞതാ ഇപ്പം എൻ്റെ പ്രശ്നം. എന്താ ഉദ്ദേശിച്ചേ? ഒന്ന് തെളിച്ച് പറഞ്ഞേ. കല്യാണം കഴിഞ്ഞ ഇവിടെ ഒരാഴ്ചയായി. ഇതുവരെ ഞങ്ങൾ തമ്മിൽ ഒന്ന് അടുത്തിട്ട് പോലും ഇല്ല. കാര്യമായിട്ട് പറഞ്ഞ ആ എടാ, നീ പേടിക്കണ്ട, വിഷമിക്കും വേണ്ട. എന്തെങ്കിലും ചെറിയ ഇഷ്യൂ ആയിരിക്കടാ, നമുക്ക് ഡോക്ടറെ പോയി കണ്ടാലോ. എടാ, ഇപ്പൊ എല്ലാ അസുഖങ്ങൾക്കും ചികിത്സയുണ്ട്. നാണക്കേടിന്റെ ഇതൊന്നും നോക്കണ്ട നീ. ഇതൊന്നും ഇപ്പൊ തുറന്നു പറയുന്നോണ്ട് ഒരു പ്രശ്നവും. ഇറ്റ്സ് വെരി കോമൺ. എടാ, നീ എന്തോന്നൊക്കെ ഈ പറയണത്? എനിക്കൊരു പ്രശ്നവും ഇല്ല. പിന്നെ ആർക്കാ പ്രശ്നം? അവൾക്കാ പ്രശ്നമാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അവള് ആകെ ഒരുമാതിരിയൊക്കെ പെരുമാറണത്. എടാ, അവിടെ രാവിലെ ഒന്നും അവൾക്ക് ഒരു കുഴപ്പമില്ല. എല്ലാവരുമായിട്ട് അവൾ ഓക്കെയാണ്, ഹാപ്പി ആയിട്ട് കളിച്ച് ചിരിച്ചാണ് നടക്കുന്നത്. പിന്നെ ഞാൻ അങ്ങോട്ട് അവൾ ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അപ്രോച്ച് ചെയ്യാൻ പോകാത്തതുകൊണ്ടാണ് ഫസ്റ്റ് നൈറ്റിൽ തന്നെ അവളൊന്നും അടുക്കാൻ സമ്മതിച്ചില്ല. അത് പിന്നെ പോട്ട് ആദ്യത്തെ ദിവസമാണെന്ന് ഞാൻ കരുതി. ഈ ഒരാഴ്ചയായിട്ട് അങ്ങനെ ആണെന്ന് പറഞ്ഞാൽ, എന്നിട്ട് ബെഡ്റൂമിൽ വരുമ്പോഴാ ആകെ കംപ്ലീറ്റ്ലി അവൾ വേറൊരു സ്വഭാവക്കാരിയാണ്. ഞാൻ പറയണമെന്ന് കേൾക്കാനും നിൽക്കില്ല. അഥവാ എന്തെങ്കിലും ചോദിച്ചിരുന്നാലും ഒന്നും കേൾക്കാത്ത രീതിയിൽ മൂടിപ്പൊതിച്ച് അങ്ങ് കിടക്കും. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. നീ ഇന്ന് തഞ്ചത്തിലൊക്കെ അവളുടെ അടുത്തേക്ക് ചെല്ലും. നിന്റെ സ്നേഹം അവൾക്ക് കിട്ടി തുടങ്ങുന്നുണ്ടല്ലോ, അവൾ തിരിച്ച് സ്നേഹിക്കൂടാ. പെൺപിള്ളേർ ഇങ്ങനെയാണ്. അവരിത്രയും നാളായിട്ട് അവരുടെ സ്വന്തം വീട്ടിൽ താമസിച്ച് ആ കംഫർട്ടൊക്കെ അനുഭവിച്ച് അവിടെ ജീവിച്ചതല്ലേ. പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിൻ്റെ വീട്, അന്തരീക്ഷം ഇതൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ട് വരാൻ കുറച്ച് സമയം എടുക്കട്ടെ, അത്രേ ഉള്ളൂ. അങ്ങനെ ആയിരിക്കും. പിന്നല്ലാതെ. എടാ, നീ ഒരു കാര്യം ചെയ്യും, നീ ഒരു ട്രിപ്പൊക്കെ പോ. അവളെ ഒന്ന് പുറത്തൊക്കെ കൊണ്ടുപോയി കറക്കി, അപ്പൊ തന്നെ അവൾ എന്തുമാത്രം കംഫർട്ടബിൾ ആവുമെന്നറിയോ. പിന്നെ എല്ലാം ശരിയോ? ഞാൻ അങ്ങ് വല്ലാതെ ടെൻഷൻ അടിച്ച് ആകെ ഒരുമാതിരിയായിരുന്നു. പിന്നെ ഈ പെണ്ണുങ്ങളത്ത് അധികം ഇടപഴകാത്തതുകൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊന്നും വലിയ പിടിയില്ലേ. നീ എന്താ ഉദ്ദേശിച്ചേ? അല്ല, പോസിറ്റീവായിട്ടാ. അല്ല, നിന്റെ വൈഫ് അവിടെ? എടാ, അവളുടെ വീട്ടിൽ പോയി. അതെന്ത് പിന്നെ വഴക്കായ? ഒന്നുകൂടി കൺസീവ് ആയാലെയാ. ആഹാ, അപ്പൊ കറക്റ്റ് ആളടുത്ത് തന്നെ ഞാൻ കാര്യങ്ങളൊക്കെ വന്ന് പറഞ്ഞത്. നീ മതിയാക്കിയത്. നീ ചെല്ല്, വണ്ടി എടുത്ത് വിടാന്ന് നോക്കിയേ. ശരിടാ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. എന്നാലും അമ്മ ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചില്ലല്ലോ. ഞാൻ ഇതൊന്നും ഉണ്ടാക്കാറില്ല മോളെ. അപ്പോൾ ഇത് വല്ലപ്പോഴും വാങ്ങിച്ചോണ്ട് വരും മോളെ. ഞാൻ ശകലേ കഴിക്കും, എനിക്ക് മധുരത്തിനോട് താല്പര്യമില്ല. ഇത് നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാനേ കുക്കിംഗ് ഒക്കെ പഠിച്ചത് കൊറോണ ടൈമിലായിരുന്നേ. പിന്നെ ചിലതൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അമ്മ, പക്ഷെ ചിലതൊക്കെ നല്ല അട്ടർ ഫ്ലോപ്പ് ആവാറുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങളുടെ വിരുന്നുപോക്കൊക്കെ കഴിഞ്ഞിട്ട് വേണം, നമുക്ക് കുറച്ച് അമ്പലങ്ങളിൽ പോകാനുണ്ട്. അതിനെന്താ പോവാലോ? ദേ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾക്ക് പിള്ളേർക്ക് ഇപ്പോഴൊന്നും കുഞ്ഞുങ്ങളെ വേണ്ടാന്ന് തോന്നും, പക്ഷെ എനിക്ക് ഒരു വർഷത്തിനകത്ത് ഒരു കുഞ്ഞുവാവെ കൈ വെച്ച് തരണം. ഇനി തന്നേര്, ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എന്നിട്ട് നിങ്ങൾ എവിടാന്ന് വെച്ചാൽ പോയി അടിച്ചു പൊളിച്ചോളി. പോയേ അമ്മ. എന്താണ് അമ്മയും മോളും കൂടെ ഒരു ചിരി? ഒന്നുമില്ലാട്ടാ, ഒന്നുമില്ല. അവക്കെ നാണം കൊണ്ട് പറയാത്തതാ. ഞാനൊരു കുഞ്ഞുവാവെ ചോദിച്ചു, അതാ. കുഞ്ഞു അതെ? ആരാ കുഞ്ഞു? ഈ പൊട്ടന്റെ ഒരു കാര്യം. എടാ, നിനക്ക് കുഞ്ഞുണ്ടാവുന്ന കാര്യമാ പറഞ്ഞത്. ഒന്ന് പോവാം അവിടുന്ന്. ഇവിടെ കല്യാണം കഴിഞ്ഞ് ഒരാഴ്ച ആയതേ ഉള്ളൂ, അപ്പോഴത്തേക്കും കുഞ്ഞു ആവാ വലിയ ആവാം. അതല്ല, നീ ഇന്ന് പതിവില്ലാതെ ഉച്ചയ്ക്ക്. എനിക്കിന്ന് സൈറ്റിൽ പോകണമായിരുന്നു, അതുകൊണ്ട് ഞാൻ നേരത്തെ ഇറങ്ങി. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയല്ല ആയുള്ളൂ. ഉണ്ടാക്കിയത് അവന് കൊടുക്ക്. ഗുലാബ് ജാം ഞാൻ ഉണ്ടാക്കിയതാ, കഴിച്ചോക്കെ. എങ്ങനെയുണ്ട്? ആഹാ, കൊള്ളാലോ. ടേസ്റ്റ് ഉണ്ടോ? അപ്പൊ തനിക്ക് കുക്കിംഗ് ഒക്കെ അറിയാം? ചെറുതായിട്ട്.
സൂപ്പർ. റെഡി. ഡാ എന്നാൽ നീ ഉച്ചയ്ക്ക് വന്നതല്ലേ, ഒരു കാര്യം ചെയ്യ്, മോളെയും കൊണ്ടൊന്ന് പുറത്ത് പോയിട്ട് വാ. വല്ല ബീച്ചിലോ സിനിമയ്ക്കോ എവിടാന്ന് വെച്ചാ പോയിട്ട് വാ. ഈ പോകുന്നതൊക്കെ ജീവിതത്തിൽ ഓർമ്മയായിട്ടിരിക്കത്തുള്ളൂ. പോയിട്ട് വാ. എന്നാ ഞാൻ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അമ്മയും കൂടെ വാ, നമുക്ക് ഒരുമിച്ച് ഞാൻ വരുന്നില്ല. പോവാ. വേണ്ട, നിങ്ങൾ പോയിട്ട് വാ. ഞാൻ കുറച്ച് അടിച്ചു പിടിച്ചതാ. എന്താ അമ്മ? ചെല്ലടാ. അപ്പൊ അമ്മ വരുന്നില്ല? ഇല്ല ഇല്ല, നിങ്ങൾ പോയിട്ട് വാ. ഞാൻ ഇപ്പൊ മാറ്റിച്ചാലേ. വരുന്നില്ല? എടാ പാവം കൊച്ച, നല്ല സ്നേഹമാണ്. അവക്ക് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടും ഉണ്ട്. കുഴപ്പമില്ല, നമ്മളെ വീടായിട്ട് സെറ്റ് ആകുമ്പോൾ എല്ലാം ശരിയായിക്കോളും. ഇപ്പൊ അങ്ങനൊന്നും ഇല്ല. 2 ദിവസത്തേനുണ്ടായെന്ന് പറഞ്ഞു. ഇപ്പൊ അവള് ഡബിൾ ഓക്കെയാ. ആരും അവള് പറഞ്ഞ ആ അവൾ ഇപ്പൊ എന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഒന്ന് പുറത്തേക്ക് നിൽക്കും, ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യട്ടെ. ഞാൻ എന്തിനാ പുറത്തോട്ട് പോണേ? നീ എൻ്റെ ഭാര്യയില്ലേ? അപ്പൊ പ്ലീസ് ഒന്ന് പുറത്തേക്ക് നിൽക്കും. എന്തിന് നിനക്ക്? പ്ലീസ് വിടും. ഇത് തോന്നേ എന്താ തൻ്റെ പ്രശ്നം? ഒന്നുമില്ല. ഒന്നുമില്ലേ? കല്യാണം കഴിഞ്ഞ് ഒരാഴ്ചയായി, തൻ്റെ അടുത്തൊന്നും അടുക്കാൻ പോലും എന്നെ സമ്മതിക്കുന്നില്ലല്ലോ. കേട്ടോ, ഞാൻ കുറച്ച് ഷൈയാ, അതുകൊണ്ടാ. എടോ, നമ്മളിനി അങ്ങോട്ട് ഒരുമിച്ചല്ലേ താമസിക്കുന്നേ, ജീവിതം ഒരുമിച്ച് പങ്കിടയല്ലേ. അപ്പോൾ പിന്നെ ഈ നാണത്തിൻ്റെയൊക്കെ ആവശ്യം എന്തിനാ? ഇപ്പൊ പൊയ്ക്കോ, ഈ നാണമൊക്കെ ഞാൻ മാറ്റിയെടുത്തോളാം. അമ്മേ, അമ്മേ. ആ മക്കളെത്തിയോ? സിനിമ എങ്ങോട്ടായിരുന്നു? ഓ, ഒരു രക്ഷ ഉണ്ടായില്ല. നല്ല ചിരിക്കാനുള്ള പടമായിരുന്നു. അമ്മയ്ക്ക് കൂടെ വരായിരുന്നു. ഓ എനിക്കതൊന്നും ഇഷ്ടമല്ല മോളെ. നിങ്ങൾ കണ്ടല്ലോ. ഞാൻ അമ്മേനെ എത്ര പ്രാവശ്യം വിളിച്ചതോ. നിങ്ങൾ വല്ലതും കഴിച്ചോ? ആ എവിടെ? ഇവിടെ സുമമ്മയുടെ ഉണങ്ങിയ ദോശയും ചമ്മന്തിയും മതിയെന്ന് പറഞ്ഞ് ഇവിടെ ഒരാൾ മന്തി വാങ്ങിച്ചു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞതാ. ഞാൻ വിചാരിച്ചു നിങ്ങൾ കഴിച്ചിട്ടേ വരുന്നു. എന്താ മോളെ കഴിക്കാഞ്ഞത്? അതൊന്നുമല്ല അമ്മേ, ഞാനേ ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിച്ചതേ. അപ്പം എനിക്ക് വീട്ടിലെ ഫുഡ് കഴിക്കാനാ കൂടുതൽ ഇഷ്ടം. പിന്നെ ഇവിടെ വന്നപ്പോഴാണെങ്കിൽ അമ്മ ഭയങ്കര കുക്കിങ്ങാ. അമ്മായിയമ്മേ വാനോളം അങ്ങ് പോഴ്ത്തണം. ഒന്ന് പോടാ അവിടുന്ന്. അത് അരവിന്ദേട്ടന് സ്ഥിരമായിട്ട് കഴിച്ചിട്ടേ ഒരു വിലയില്ല, അതുകൊണ്ടാ. അതാ മോളെ, എനിക്ക് ഭയങ്കര ഇഷ്ടാ. പ്രത്യേകിച്ച് അമ്മ ഒരു ചമ്മന്തി ഉണ്ടാക്കില്ലേ? ഇന്ന് ഉണ്ടാക്കിയിട്ടില്ലേ അമ്മ? അത് ഉണ്ട് മോളെ, മോള് പോയി കഴിച്ചോ. ആ, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്, പോയി കഴിക്കട്ടെ. പോയി കഴിച്ചോ, മോള് പോയി കഴിച്ചോ. അതെ, എനിക്കുള്ളതും കൂടെ വെച്ചേക്കണേ, അല്ലെങ്കിൽ പട്ടിണിയാവും. എടാ, അവക്ക് വേണ്ടാന്ന് പറഞ്ഞാലേ നീ അവക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നു. ഇപ്പത്തുള്ള പിള്ളേർക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നില്ലേ ഇഷ്ടം? എൻ്റെ അമ്മ എത്രാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണത്? വേണ്ട വേണ്ടെന്ന് തന്നെ അപ്പം സ്ഥിരം പല്ലവി. പിന്നെ ഞാൻ തോന്നിയേ. ശരി, എന്നാ പോയി കഴിച്ചിട്ട് കിടക്കാൻ നോക്ക്. ഇനി ഞാൻ ഗുളിക കഴിച്ചിട്ടിരിക്കുക, നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അത് നല്ലൊരു തീരുമാനം. ഞാൻ പോയിട്ട്. എടോ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാ? സീ ഫുഡ്സ് ഒക്കെ ഇഷ്ടം. പിന്നെ അങ്ങനെ ഇന്ന ഫുഡൊന്നുമില്ല, എനിക്ക് ഞാൻ കഴിക്കും. എനിക്കും അതെ. ഈ അത് കഴിക്കും ഇത് കഴിക്കൂല,
അത് നല്ല രസമാണ്, ഇത് നല്ല രസമാണെന്നൊക്കെ പറയുന്ന ഷോ കാണിക്കണ പെൺപിള്ളേരുണ്ടല്ലോ, എനിക്ക് അവരെ ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഈ നാണം കാണിക്കുന്ന പെണ്ണിനെ ഭയങ്കര ഇഷ്ടം. നീ എന്തൊരു താമസിച്ചേ? ഞാൻ അടുക്കളയിൽ നമ്മുടെ കഴിച്ച പാത്രമൊക്കെ കഴുകിക്കുന്നു. അതൊക്കെ അമ്മ ചെയ്യത്തില്ലേ? അതെന്താ, ഇത് എൻ്റെയും കൂടെ വീടല്ലേ, ഞാൻ കഴുകി വെച്ചാൽ എന്താ പ്രശ്നം? അതേ, വീട് മാത്രമല്ല വീട്ടുകാരും ഞാൻ. എന്ത് അത് ഓ നാണാവുന്നുണ്ടോ? എങ്കിലേ എനിക്ക് ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്കാം. ഇന്ന് വന്നേ. ഗീതൊന്ന് എണീക്ക്, എണീക്കേ. എടോ, തനിക്കെന്താ, എന്നെ ഇഷ്ടമല്ലേ? അതോ തൻ്റെ വീട്ടുകാരെ നിർബന്ധത്തിൻ്റെ പ്രകാരമാണോ താൻ എന്നെ കല്യാണം കഴിച്ചത്? അതോ ഇനി വേറെ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? എന്തുണ്ടെങ്കിലും ഒന്ന് തുറന്ന് പറയൂ. എന്തൊട്ടെന്നെ വെറുതെ വിടണം പ്ലീസ്. എനിക്ക് പേടിയാ. എനിക്കറിയാം കല്യാണം കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ വേണമെന്ന്. പക്ഷെ അരവിന്ദന്റെ അടുത്തേക്ക് വരുമ്പോഴേക്കും എനിക്ക് പേടിയാവും. താനിങ്ങനെ കരയാതെ. ഞാൻ ഉപദ്രവിക്കാനല്ലല്ലോ വരുന്നത്, തന്നെ സ്നേഹിക്കാനല്ലേ. ഞാൻ തൻ്റെ ഭർത്താവല്ലേ. എല്ലാം എനിക്കറിയാം. അരവിന്ദൻ നല്ല മനുഷ്യനുമാ. പക്ഷെ എന്ത് ചെയ്യാൻ എനിക്കറിയില്ല. എനിക്ക് പേടിയാ. ഓക്കെ, ഞാൻ തന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ? എൻ്റെ ചെറുപ്പത്തിൽ ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ തന്നോട് മിസ്ബിഹേവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. മിസ്ബിഹേവ് ഒന്നും ചെയ്തിട്ടില്ല ആരും. പക്ഷെ എന്തുണ്ടെങ്കിലും പറഞ്ഞോ. പക്ഷെ എനിക്ക് 10 വയസ്സുള്ളപ്പോൾ ഒരു സംഭവം ഉണ്ടായി. ഗീതു, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ സ്കൂളിൽ നിന്ന് വന്നോടം കുളിക്കണമെന്ന്? ഈ പാരാത്രി കുളിച്ച് നിനക്ക് പനി വരില്ലേ പെണ്ണെ? അമ്മ, എനിക്ക് രാത്രി കുളിക്കുന്നതാണ് ഇഷ്ടം. ആകുമ്പോഴത്തേക്ക് എനിക്ക് നല്ലപോലെ സുഖിച്ച് കിടക്കാനും പറ്റും. ഞാൻ പോണേ കുളിക്കാൻ. ശരി, പെട്ടെന്ന് കുളിച്ചിട്ട് ഇറങ്ങാൻ നോക്ക്. ആ
അറിയില്ല ഏട്ടാ, അന്ന് തൊട്ട് എനിക്ക് ഭയങ്കര പേടിയാണ്. അതും അയൽപ്പക്കത്തുണ്ടായിരുന്ന ഞാൻ എൻ്റെ അച്ഛനെ പോലെ കണ്ടിരുന്ന ഒരു അങ്കിളായിരുന്നു സുരേഷ് അങ്കിള്. പുള്ളിയാണ്. അതിനുശേഷം എൻ്റെ അമ്മ പിന്നെ ഭയങ്കര ഓവർ പ്രൊട്ടക്റ്റീവായി. ഒരു ആണുങ്ങളോട് മിണ്ടാനോ കാണാനോ ഇടപഴകാനോ ഒന്നും സമ്മതിക്കില്ല. ഞാനും അങ്ങനെ സെറ്റായി. ആൺകുട്ടികളൊരു ഫ്രണ്ട്സ് പോലും എനിക്ക് ഉണ്ടായിരുന്നില്ല. എനിക്ക് പേടിയാണ്. എടോ, അപ്പൊ തനിക്ക് ഒരു പ്രണയം പോലും ഉണ്ടായിരുന്നില്ലേ? ഇല്ല, എനിക്ക് ആരും വിശ്വാസം ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെ ഞാൻ പ്രണയിക്കുക? ഫ്രണ്ട്സ് പോലും ഉണ്ടായിരുന്നില്ല ആണുങ്ങളായിട്ട്. അപ്പൊ തനിക്ക് എന്നെയും വിശ്വാസമില്ലേ? അല്ല, അത് തൊട്ടോ? എനിക്ക് ഏട്ടനെ ഇഷ്ടമാണ്. എനിക്കറിയാം ഏട്ടൻ നല്ലൊരു ഭർത്താവാ, എന്നെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ. പക്ഷെ എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാം ഇതൊക്കെ വേണമെന്ന്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഏട്ടൻ വന്നപ്പോഴൊക്കെ മിണ്ടാണ്ട് നിന്നത്. എടോ, തനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിനും താൻ അങ്ങനെ നിർബന്ധിച്ച് നിന്ന് തരേണ്ട ആവശ്യമില്ല. ഈ സെക്സ് എന്ന് പറയുന്നത് നമ്മൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട ഒരു സാധനമാണ്. പരസ്പരം മനസ്സും ശരീരവും സ്നേഹിച്ചു തുടങ്ങുമ്പോഴല്ലേ ജീവിതത്തിനൊരു അർത്ഥം ഉണ്ടാവുള്ളൂ. എനിക്ക് തോന്നുന്നത് ചെറുപ്പത്തിൽ ആ ഇൻസിഡൻറ്റിനാണ് തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കണേ എന്നാണ്. നമുക്ക് നാളെ ഒരു ഡോക്ടറിനെ കാണാം. നല്ലൊരു കൗൺസിലിംഗ് കിട്ടിയാൽ ഇതെല്ലാം ഹീലാവും തന്നെ. പിന്നെ ഞാനില്ലേടോ. ഏട്ടനോട് ദേഷ്യമുണ്ടോ? എൻ്റെ വേണ്ടാന്ന് വെക്കാൻ തോന്നിട്ടോ? എന്തിനു വേണ്ടെന്ന് വെക്കണം? എടോ, താനെൻ്റെ ഭാര്യയല്ലേ? ഏയ്, റിലാക്സ്. നമുക്ക് നാളെ ഒരു ഡോക്ടറിനെ കാണാം. ഹാപ്പി ആയിട്ടില്ലേ? എന്നോട് കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലടോ. ഇവിടെ കുങ്കുമായിരിക്കണം. എന്നാ ഉറങ്ങാം. അല്ലാതെ ഇപ്പൊ വേറെ നിവൃത്തിയില്ലല്ലോ. കിടന്നോ. ഗീതു, നമ്മൾ ഓരോരുത്തരും വളർന്നു വരുന്ന സാഹചര്യം ഡിഫറെൻ്റ് ആണ്. ചെറുപ്പത്തിലുണ്ടാകുന്ന ഓരോ ഇൻസിഡൻസും ട്രോമാസും ഒക്കെ നമ്മൾ ഓരോരുത്തരും പലതരത്തിലായിരിക്കും ബാധിക്കുന്നത്. ഗീതു പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ചെറുപ്പം മുതൽക്കേ ഗീതുവിൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, ആണുങ്ങളോട് അടുക്കരുത്, അവരെ വിശ്വസിക്കരുത്, അവരുപദ്രവിക്കുന്നൊക്കെ. അതുകൊണ്ട് ഗീതുവിന് പൊതുവേ ആണുങ്ങളെന്ന് പറയുമ്പോൾ ഒരു പേടിയുണ്ട്. അത് ഗീതു തന്നെ മനസ്സിലാക്കി മാറ്റിയെടുത്താലേ പറ്റും. എടോ, എല്ലാ ആണുങ്ങളും ചീത്തയൊന്നുമല്ല. മനുഷ്യരിൽ നല്ലവരും കെട്ടവരും ഒക്കെ ഉണ്ട്. അത് മനസ്സിലാക്കി പെരുമാറാനാ ദൈവം നമുക്ക് ബുദ്ധി തന്നേക്കുന്നത്. ഗീതു പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ ഗീതൊരു ഡെമി സെക്ഷൽ പേഴ്സൺ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ ഡെമി സെക്ഷൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ലോകത്ത് പലതരത്തിലുള്ള സെക്ഷുവാലിറ്റീസ് ഉണ്ട്, സെക്ഷൽ ഓറിയൻറ്റേഷൻസ് ഉണ്ട്. ഡെമി സെക്ഷൽ എന്ന് പറഞ്ഞാൽ അത്രക്കാർക്ക് ഒരു ശക്തമായ ഇമോഷണൽ ബോണ്ട് ഇല്ലാതെ ഒരാളോട് സെക്ഷൽ അട്രാക്ഷൻ തോന്നില്ല. നിങ്ങൾ ആദ്യം ഒരു ഇമോഷണൽ ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക. അതേകുമ്പോഴത്തേക്കും ലൈഫ് ഭയങ്കര രസമായിരിക്കും. ഡോക്ടർ എന്തെങ്കിലും അസുഖമാണോ? അല്ലടോ, അതാ ഞാൻ ആദ്യമേ പറഞ്ഞത്, ഓരോ മനുഷ്യരും ഡിഫറെൻ്റ് ആണെന്ന്. നിങ്ങളത് അറേഞ്ച് മാരേജ് അല്ലേ? ആദ്യം പരസ്പരം ഒന്ന് മനസ്സിലാക്കാനും ഇമോഷണലി അടുക്കാനുള്ളൊരു ടൈം നിങ്ങൾ തന്നെ കണ്ടെത്തും. അപ്പം എല്ലാം ശരിയാവും. ശരിയാവൂടോ? എന്തു പറ്റിയേട്ടാ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട്? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഇനി എന്താ? എൻ്റെ മുഖം എന്താ പെട്ടെന്ന് മൂഡ് ഓഫ് ആയത്? അത് ഡോക്ടർ അങ്ങനെയൊക്കെ പറഞ്ഞല്ലോ. അപ്പം എനിക്കൊരു
ഇപ്പോഴാണ് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാവുന്നത്. ഏട്ടൻ എന്തെങ്കിലും എന്നോട് ഇഷ്ടക്കേടുണ്ടോ എന്ന് ആലോചിച്ചിട്ട് എനിക്കെന്തോ ഒരു പേടി, ടെൻഷൻ. എനിക്ക് എന്ത് ഇഷ്ടക്കേടാടാ. ഈ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലെ ഫിസിക്കൽ അട്രാക്ഷൻ മാത്രമല്ല വേണ്ടത്. അതുകൊണ്ട് നമുക്കാദ്യം ഒരു ഇമോഷണൽ ബോണ്ടും കൂടെ ഉണ്ടാക്കിയെടുക്കാം. എന്നിട്ടെന്താ, ലൈഫ് ലോങ് സെറ്റിൽമെൻറ്റ്, ഹാപ്പി ആയിട്ട് ജീവിക്കാം. എടോ, തനിക്കൊരു കാര്യം അറിയാമോ? പണ്ട് എനിക്കും മനസ്സിൽ കുറേ പേരുടെ സ്നേഹമൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു പ്രണയമായിരുന്നില്ല. പക്ഷെ ഇപ്പോഴേ ഞാൻ എൻ്റെ ഭാര്യയെ പ്രണയിക്കാൻ പോവാം. എന്നാ ഞാനും പ്രണയിച്ചാലോ? അത് കണ്ണി നോക്കി പറ. അതൊന്നും പറ്റൂല. വരട്ടെ, കണ്ണി നോക്കി പറ. ഞാൻ പ്രണയിച്ചാലോ? ഓ, അങ്ങനെ പെട്ടെന്ന് പറയല്ലേ, അതിൻ്റെ ത്രില്ലങ്ങ് പോകത്തില്ലേ. എന്നെ കുറച്ച് നാൾ പുറകെയൊക്കെ നടത്തി ഒന്ന് സെറ്റാക്കി എടുക്കാൻ സമ്മതിക്ക്. ഓ, യു മീൻ അത് തന്നെ. അതെ, ഈ കല്യാണം കഴിഞ്ഞ് ഭാര്യയെ പ്രണയിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്ത ഫീലാണ്. എനിക്ക് കല്യാണം കഴിഞ്ഞ് പ്രണയിക്കാനായിരിക്കും യോഗം. അതുകൊണ്ട് ഞാൻ അതങ്ങ് ഏറ്റെടുക്കാൻ പോവാം. പിന്നെ ഇതാവുമ്പോഴത്തേക്കും ബ്രേക്കപ്പും കാണൂല, ലൈഫ് ലോങ് അടിച്ച് പൊളിച്ച് സന്തോഷത്തിൽ അങ്ങ് ജീവിക്കാം. ഇനിയൊന്ന് കൈ തന്നൂടെ? ഇപ്പൊ പേടിയെല്ലാം പോയില്ലേ? കുറച്ചേ പോയാളാ.